മാമൻ കേറി ഞാൻ കുടി നിർത്തി എന്ന് പറയുമ്പോ അതിൽ എന്തോ ഒരു പന്തികേടില്ലേ? എനിക്ക് എന്തൊരു പന്തികേട്, എന്തൊരു കള്ള ലക്ഷണം ഉള്ള പോലെ തോന്നി. ഒരു ലക്ഷണമില്ല മക്കളെ. കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മദ്യക്കുപ്പിയുടെ പുറത്ത് എന്തോന്ന്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കണ്ടില്ലേ? കണ്ട്. അപ്പൊ ഇതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് പണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഓ, ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി, മോക്കറിയാലേ. എന്റെ ദൈവമേ, എന്തൊക്കെ നാടകമാണ് ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളതല്ലേ. കണ്ടല്ലേ? അപ്പൊ എനിക്ക് സ്വയം തോന്നി ഇനി ഈ ഇടപാട് വേണ്ട. അതുകൊണ്ട് ഞാൻ ഇപ്പം കുടിക്കാറില്ല. നിങ്ങൾ എന്നെ അങ്ങ് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോന്ന് പറഞ്ഞതേ ഉള്ളൂ. കൊണ്ടുപോയില്ലേ? അതുപോലെ ഓർമ്മയില്ല മാമന്. കണ്ടാ കൊണ്ടുപോയില്ലേ? മാമ ഉറങ്ങി ഓടിയില്ലേ ഇവിടുന്ന്? ഓ മാമ പോട്ട് പോവാ, വിട്ട്. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്ത് മക്കളെ? മാമന്റെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം. എന്തൊരു കള്ള ലക്ഷണം? നിങ്ങൾ എന്തിനു പറയണത്? ഒരു സംശയം മാമൻ എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നതായിട്ട് ഇല്ലേ? തോന്നുന്നില്ലേ? ഒരു വകയും ഞാൻ ഒളിച്ചു വയ്ക്കണ്ടേ. ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്നെ നോക്കല്ലേ. ഞാൻ എന്തൊരു കുറ്റം ചെയ്ത് ഇങ്ങനെ നോക്കല്ലേ. എനിക്ക് വേറെ ജോലിയുണ്ട്, തേയില വെള്ളവും വേണ്ട, ഞാൻ വർഷാപ്പിലോട്ട് പോകണം. അല്ല ചുമ്മാ എന്നെ നോക്കി എന്നാലും മാമന്റെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണമുണ്ട്. എനിക്കിപ്പോ മാമന്റെ മുഖത്തല്ല, വേറെ ചിലരുടെ മുഖത്ത് കളർ ലക്ഷണം ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതെ, എന്നെയാണോ ഉദ്ദേശിച്ചേ? ഇന്നല്ല, പിന്നെ വേറെ ആരെയോ പറ്റി പറഞ്ഞത്. അല്ല, ഇപ്പൊ എന്തിനാ അത് പറയുന്നേ? എനിക്കിപ്പോ പറയാൻ തോന്നി. നിപ്പില്ലെങ്കിൽ ഓന്തിന്റെ പോലെ സ്വഭാവം മാറുവാണല്ലോ. സ്വഭാവം മാറും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനെന്തായാലും കണ്ടുപിടിക്കും. കണ്ട കളർ ലക്ഷണം കണ്ട? ആരുടെ മുഖത്ത്? എന്നെ മുഖത്താ? പോലീസ് എന്നെ ചിരിക്കും. അതിന് കള്ളം പറയണതാ.